ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവ്മാൻ മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. രഞ്ജിത്ത് സജീവ്, നേഹ നസ്രിൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി സാജിദ് യഹിയ കഥയും സംവിധാനവും ചെയ്ത് പുറത്തുവന്ന കൽബ് എന്ന ചിത്രം കണ്ടതിന് ശേഷം എനിക്കതിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാനായി പോകുന്നത്. വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഈ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സ്പോയിലർ ആയിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയണ്ട, നേരെ വീട്ടിലേക്ക് വരാം. സിനിമയിൽ പ്രണയത്തിൽ കൂടിയുള്ള ഹൃദയത്തിന്റെ യാത്രയ്ക്ക് 7 തലങ്ങളാണ് അല്ലെങ്കിൽ 7 നിറങ്ങളാണ് ഉള്ളതെന്നും ജുനൂൻ, തക്കീദത്ത്, ഇബാദത്ത്, മൗത്ത് തുടങ്ങിയ കാര്യങ്ങളാണ് അതെല്ലാം എന്നും പറയുന്നുണ്ട്. സോ ഇങ്ങനെ 7 കാര്യങ്ങൾ ചിത്രത്തിൽ കാണിക്കുമ്പോൾ അതിൽ 6 കാര്യങ്ങൾ കാണിച്ചിരിക്കുന്ന സമയത്ത് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ തന്നെയാണ് 6 കാര്യങ്ങളും എഴുതി കാണിക്കുന്നത്. അതായത് ആ സമയത്തുണ്ടായിരുന്ന സീനിൽ തന്നെയാണ് 6 കാര്യങ്ങളുടെയും പേരുകൾ എഴുതി കാണിക്കുന്നത്. എന്നാൽ 7ാമത്തെ മൗത്ത് അഥവാ മരണത്തെക്കുറിച്ച് കാണിക്കുന്നത് മാത്രം മറ്റുള്ളവയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഫുൾ ഇരുട്ടായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് അത് എഴുതി കാണിക്കുന്നത്. സോ അതിലൂടെ തന്നെ മറ്റുള്ളവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മറ്റുള്ളവയെല്ലാം തന്നെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നുവെങ്കിൽ ഇവിടെ വെച്ച് ജീവിതം അവസാനിക്കുന്നു, പൂർണ്ണമായും ഇരുട്ടിലേക്ക് പോകുന്നു എന്നുള്ള രീതിയിലാണ് ഈ ഒരു കാര്യം മാത്രം മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമായി ഇരുട്ടിലെഴുതി കാണിച്ചത്. 2. ഈ സിനിമയുടെ കൽബ് എന്ന പേരിന്റെ അർത്ഥം, ആ വാക്കിന്റെ അർത്ഥം ഹൃദയം എന്നാണ്. നേരത്തെ പറഞ്ഞു പ്രണയത്തിൽ കൂടിയുള്ള ഹൃദയത്തിന്റെ യാത്രയ്ക്ക് പല തലങ്ങളുണ്ട്, പല നിറങ്ങളുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഈ ഹൃദയം എന്ന അർത്ഥം വരുന്ന കൽബ് എന്ന പേര് എഴുതി കാണിച്ചിരിക്കുന്നതും ഇത്തരത്തിൽ പല നിറങ്ങൾ കൂടിച്ചേർന്ന വിധത്തിലാണെന്ന് കാണാം. കൂടാതെ ഈ പേരിൽ തന്നെ ഈ കഥയിൽ വരുന്ന ആ 2 ഡോൾഫിനുകൾ ബീച്ചിനെയും കടലിനെയും സൂചിപ്പിക്കുന്ന സർഫിംഗ്, സിദ്ദീഖിന്റെ ക്യാരക്ടറിനെയും മകന്റെയും പ്രണയത്തെ സൂചിപ്പിക്കുന്ന ആ മോട്ടോർ ബൈക്ക്, ആലപ്പുഴ എന്ന നഗരത്തെ സൂചിപ്പിക്കുന്ന ആലപ്പി ലൈറ്റ് ഹൗസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ആ ഒരു പേരിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതായി കാണാം. കൂടാതെ ചിത്രത്തിൽ ആലപ്പുഴ എന്ന നഗരത്തെ മനോഹരമായി യൂസ് ചെയ്തിരിക്കുന്നതായും കാണാം. ആലപ്പുഴക്കാർക്കറിയാം ഇതിൽ കാണിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഓരോ ലൊക്കേഷനും അവർ എങ്ങനെയാണ് മനോഹരമായി യൂസ് ചെയ്തിരിക്കുന്നതെന്ന്. കൂടാതെ മുല്ലയ്ക്കൽ എന്ന പാട്ടിലും ആലപ്പുഴയിലെ പല പ്രധാന കാര്യങ്ങളെപ്പറ്റിയും പല പ്രധാന സ്ഥലങ്ങളെപ്പറ്റിയും ആ പാട്ടിലൂടെയും മനോഹരമായി പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, സിനിമയുടെ തുടക്കത്തിൽ ഡാഡ എന്ന സിദ്ദീഖിന്റെ ക്യാരക്ടർ ആ ഒരു മോട്ടോർ ബൈക്ക് തൻ്റെ ഭാര്യയുമായി പ്രണയിച്ചിരുന്നപ്പോൾ യൂസ് ചെയ്തിരുന്നതാണെന്നും അതുകൊണ്ട് തന്നെ അതിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെന്നും കാണിക്കുന്നുണ്ട്. സോ ആ വണ്ടിയുടെ നമ്പർ നോക്കുകയാണെങ്കിൽ അവിടെ കാണുന്നത് 134 എന്നാണ്. 143 എന്ന നമ്പർ നമുക്കറിയാം പ്രണയത്തെയാണ് സൂചിപ്പിക്കുന്നത്. സോ അതുപോലെ തന്നെ ഈ 134 എന്ന നമ്പർ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കാണുന്നത് 143 പോലെ തന്നെ ഐ ലവ് യു എന്ന് തന്നെയാണ്. അതുകൊണ്ടായിരിക്കാം ഇവിടെ ഈ ഒരു നമ്പർ തന്നെ സിദ്ദീഖ് മോട്ടോർ ബൈക്കിൽ ഉപയോഗിക്കുന്നതായി കാണിച്ചത്. കൂടാതെ സിനിമയുടെ തുടക്കത്തിലെല്ലാം കാൽപ്പോ എന്ന ആ ക്യാരക്ടർ മറ്റു പല ബൈക്കുകളും യൂസ് ചെയ്യുന്നതായി കാണിക്കുന്നുണ്ടെങ്കിലും തുമ്പിയുമായി പ്രണയത്തിലായതിനു ശേഷമുള്ള ചില സീനുകളിൽ ഡാഡയുടെ ഈ ഒരു ബൈക്ക് തന്നെ യൂസ് ചെയ്യുന്നതായും പിന്നീട് തുമ്പിയുമായി സ്ഥിരമായി സഞ്ചരിക്കുമ്പോഴെല്ലാം ഇതേ ബൈക്ക് തന്നെ യൂസ് ചെയ്യുന്നതായും കാണിച്ചിട്ടുണ്ട്. തുമ്പി ഫ്രണ്ട്സുമായി തിയേറ്ററിൽ പോയതിനു ശേഷം തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ അതിന്റെ പേരിൽ അവളുടെ അബ്ബ ഉമ്മയെ തല്ലുന്നതായും ആ സമയം അവൾ വിഷമിച്ച് മുറിയിലേക്ക് പോയി ഒരു പാട്ട് കേൾക്കുന്നതായി കാണിക്കുന്നുണ്ട്. ആ സമയം ആ പാട്ടിന്റെ പേരായി അവിടെ കാണിക്കുന്നത് ഗ്ലൂമിംഗ് സൺഡേ എ ഹംഗേറിയൻ സൂയിസൈഡ് എന്നാണ്. സോ ഇത് സൺഡേ എന്ന ദിവസത്തെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുവരുന്ന ഒരു സാഡ് സോങ് ആണ്. സോ അവളുടെ അപ്പോഴുള്ള അവസ്ഥയെ കാണിക്കുന്നത് പോലെ തന്നെയുള്ള ഒരു പാട്ട് തന്നെയാണ് അവൾ ആ സീനിൽ കേൾക്കുന്നതായി നമ്മളെ കാണിക്കുന്നത്. തുമ്പിയെ കാണാനായി കാൽപ്പോ കോളേജിലേക്ക് വരുന്ന സമയത്ത് അന്ന് പരിപാടി അവതരിപ്പിക്കാനായി അവിടെ നിൽക്കുന്ന കുറെ ആളുകളെ അവൻ പാസ് ചെയ്തു പോകുന്നതായി കാണിക്കുന്നുണ്ട്. സോ ഇവരെല്ലാം തന്നെ പ്രണയ ജോഡികളാണ്. ശിവപാർവതിമാർ, ജാക്കിൻ റോസും ഷാജഹാനും മുംതാസും ഇവരെല്ലാം തന്നെ പ്രണയത്തിന്റെ സിംബലുകളായി നമ്മൾ കണക്കാക്കുന്നവരാണ്. അത്തരത്തിലുള്ള ആളുകളെ തന്നെയാണ് അവൻ ഇവിടെ കണ്ടുമുട്ടുന്നതും. കൂടാതെ പിന്നീട് ആ ഒരു ഒപ്പനപ്പാട്ടിന്റെ ഇടയിൽ അവൻ മനസ്സിൽ കുറെ കാര്യങ്ങൾ സങ്കല്പിക്കുമ്പോൾ ആ സമയം അവന്റെ പുറകെ നടന്നു വരുന്നതായി കാണിക്കുന്നതും ഇത്തരത്തിലുള്ള പ്രണയ ജോഡികൾ തന്നെയാണെന്ന് കാണാം. തുമ്പിയുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയായി കാണിക്കുന്നത് തുമ്പി.art എന്നാണ്. സോ ഈ ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്ന തരത്തിലാണ് അവളുടെ വീട്ടിൽ പലതരം ചിത്രങ്ങൾ അവൾ വരച്ചിട്ടിരിക്കുന്നതായി കാണിക്കുന്നത്. അതിൽ എടുത്തു തന്നെ നമ്മളെ കാണിക്കുന്നത് അവളുടെ ഉമ്മയുടെയും ഉമ്മുമ്മയുടെയും ചിത്രങ്ങൾ അവൾ വരച്ചിട്ടുണ്ടെന്നാണ്. എന്നാൽ ഇതുകൂടാതെ അവിടെ താഴെയായി അവളും ഉമ്മയായി നിൽക്കുന്ന ഒരു ചിത്രം കൂടി അവൾ വരച്ചിട്ടിരിക്കുന്നതായി കാണാം. ഇതുകൂടാതെ സിനിമയുടെ അവസാന ഭാഗങ്ങളിലോട്ട് അടുക്കുന്ന സമയം തുമ്പിയും കാൽപ്പോയും തായ്ലൻഡിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു ദിവസം തുമ്പി നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മ വന്നുകൊണ്ട് ഫോൺ കൊടുക്കുന്നതായി കാണിക്കുന്നുണ്ട്. ആ സമയം അവിടെ ആ ടേബിളിലായി കുറെ പേപ്പറുകൾ ഇരിക്കുന്നതായി കാണാം. അതിൽ തുമ്പി എന്തൊക്കെയോ വരച്ചിട്ടിരിക്കുന്നതായി കാണാം. കൃത്യമായി കാണാൻ കഴിയുന്നില്ലെങ്കിലും അതിലെ മുകളിലെ പേപ്പറിൽ പകുതി മറിഞ്ഞിരിക്കുന്ന ഒരാളുടെ മുഖമായിട്ടാണ് എനിക്ക് തോന്നിയത്. സോ അത് മിക്കവാറും കാൽപ്പോയുടെ മുഖവും വരച്ചിട്ടിരിക്കുന്നതാകാം.
കൂടാതെ ഇതിനു മുന്നേ തന്നെ തുമ്പിയും കാൽപ്പയുമായിട്ടുള്ള പ്രണയബന്ധത്തെക്കുറിച്ച് തുമ്പിയുടെ അബ്ബ അറിയുന്ന സീനിൽ ശബ്ദം കേട്ട് മുറിയിലേക്ക് തുമ്പി വരുമ്പോൾ അവിടെ കാണുന്നത് അബ്ബ തുമ്പി വരച്ചിരിക്കുന്ന ഉമ്മയുടെയും ഉമ്മയുടെയും ചിത്രങ്ങൾ നോക്കി നിൽക്കുന്നതാണ്. എന്നാൽ ആ സമയം നേരെ താഴെയായി ആ ടേബിളിൽ ഇതുപോലെയുള്ള പേപ്പറുകൾ ഇരിക്കുന്നതായി നമുക്ക് കാണാം. അവിടെയും എന്തൊക്കെയോ തുമ്പി വരച്ചിട്ടുണ്ടെന്നും കാണാം. സോ മിക്കവാറും അവിടെയും തുമ്പി കാൽപ്പയുടെ ചിത്രങ്ങൾ വരച്ചിടുകയും ആ ചിത്രങ്ങൾ കണ്ടുകൊണ്ട് അതിന്റെ ദേഷ്യത്തിൽ തുമ്പിയുടെ അബ്ബ തുമ്പി വരച്ചിരിക്കുന്ന മുകളിലുള്ള ചിത്രങ്ങൾ നോക്കി നിൽക്കുന്നതായിട്ടായിരിക്കാം അവിടെ കാണിച്ചത്. ഉമ്മയുടെയും ഉമ്മുമ്മയുടെയും ചിത്രങ്ങൾ എല്ലാവരും കാണുന്നത് പോലെ ഭിത്തിയിൽ ഫ്രെയിം ചെയ്ത് വെക്കുന്നത് പോലെ കാൽപ്പയുടെയും മറ്റും ചിത്രങ്ങൾ ഫ്രെയിം ചെയ്ത് വെക്കാൻ സാധിക്കുന്നില്ലെങ്കിലും അത്തരം ചിത്രങ്ങൾ തുമ്പി വരയ്ക്കുന്നുണ്ട്, അത് സൂക്ഷിക്കുന്നുണ്ട് എന്നാകാം ഇവിടെയെല്ലാം കാണിച്ചിരിക്കുന്നത്. കൂടാതെ തുമ്പി ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് കാൽപ്പോയ്ക്ക് ഒരു ചെയിൻ ഉണ്ടാക്കി കൊടുക്കുകയും അതിൽ എഴുതിയിട്ടിരിക്കുന്നതാണ് ഞാൻ നിനക്കിട്ടിരിക്കുന്ന പേര് എന്നും പറയുന്നുണ്ട്. സോ ആ പേരെന്താണെന്ന് അവിടെ എടുത്തൊന്നും പറയുന്നില്ലെങ്കിലും എനിക്ക് തോന്നിയത് അത് കൽബ് എന്ന് തന്നെയാണെന്നാണ്. അവന്റെ ഫോണിൽ സേവ് ചെയ്തിട്ടിരിക്കുന്ന പേര് തന്നെ അവിടെ കാഫ്, ലാമ്, ബ എന്നീ അക്ഷരങ്ങളാണെന്നും എന്നാൽ അവിടെ കുത്തുകൾ വഴി അത് എഴുതി കാണിക്കാൻ സാധ്യമല്ല. അത്തരമൊരു ഡിസൈൻ ആയതുകൊണ്ട് കുത്തുകൾ വഴി എഴുതി കാണിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് കുത്തുകൾ ഇല്ലാതെ ആ അക്ഷരങ്ങൾ അവിടെ എഴുതിയിട്ടിരിക്കുന്നതായിട്ടായിരിക്കാം കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ തുമ്പി ഇത്തരം ചെയിനുകളും മറ്റ് ഡിസൈനുകളും എല്ലാം ചെയ്യുന്നത് കൊണ്ട് തുമ്പിയുടെ കയ്യിൽ കിടക്കുന്ന അത്തരം ചെയിനുകളും കൂടാതെ തുമ്പിയുടെ മുറിയിൽ കാണിച്ചിരിക്കുന്ന ഇത്തരം ആർട്ട് വർക്കുകളും എല്ലാം തന്നെ തുമ്പി സ്വന്തമായി ഡിസൈൻ ചെയ്തതാകാമെന്നും അനുമാനിക്കാം. മറ്റൊന്ന്, എന്തുകൊണ്ടാണ് ഈ ഒരു നായക കഥാപാത്രത്തിന് കാൽപ്പോ എന്ന പേര് കൊടുത്തത് എന്ന് നോക്കുകയാണെങ്കിൽ കാൽപ്പോ എന്ന പേരിന് കൽബ് എന്ന വാക്കുമായി പറയുന്ന സമയത്ത് കുറച്ച് സിമിലാരിറ്റി വരുന്നത് കൊണ്ടാകാം. ഈ കൽബ് എന്ന പേര് തുമ്പി ഫോണിൽ സേവ് ചെയ്തിരിക്കുന്നത് കൽബ് കഴിഞ്ഞിട്ട് ഒരു ലവ് സിമ്പൽ കൊടുത്തുകൊണ്ടാണ്. സോ ആ ലവ് സിമ്പലിനെ ഒരു ഓ എന്ന രീതിയിൽ കണക്കാക്കുകയാണെങ്കിൽ കൽബോ എന്ന രീതിയിൽ നമുക്ക് കാണാം. സോ കാൽപ്പോ കൽബോ അല്ലെങ്കിൽ കാൽപ്പോ കൽബ് എന്നിങ്ങനെ രീതിയിൽ സിമിലറായി വരുന്നത് കൊണ്ടാകാം കൽബ് എന്ന പേരുമായി സിമിലറായി വരുന്നത് പോലെ തന്നെ കാൽപ്പോ എന്ന പേര് തന്നെ നായകൻ അവർ സെലക്ട് ചെയ്തത്. തുമ്പി എന്ന ഈ ക്യാരക്ടർ കുറച്ച് ഷൈ ആണെന്നും എപ്പോഴും വീട്ടിലടച്ച അവസ്ഥയിലാണെന്നും അതുകൊണ്ട് തന്നെ ഇവൾക്ക് അധികം ഫ്രണ്ട്സ് ഇല്ല എന്നുമെല്ലാമാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. സോ ഈ ഒരു കാര്യം അവളുടെ ഫോണിലൂടെ മനോഹരമായി കാണിച്ചിട്ടുണ്ട്. അതായത് ഇവളുടെ ഫോൺ ഇവളുടെ അബ്ബ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ ഏറ്റവും കൂടുതൽ വിളിച്ചിരിക്കുന്നത് റീന, കൽബ് എന്നീ 2 നമ്പറുകളിലേക്ക് മാത്രമാണെന്നാണ് കാണിക്കുന്നത്. കൂടാതെ വളരെ റെയർ ആയിട്ട് 1-2 പ്രാവശ്യം മാത്രമാണ് മറ്റൊരു നമ്പറിലേക്കോ മറ്റോ കോൾ ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു കാര്യത്തിലൂടെ അവളുടെ ആ അവസ്ഥയെ ഫ്രണ്ട്സ് ആരുമില്ലാതെ ഒറ്റപ്പെട്ട് കഴിയുന്ന ആ ഒരു അവസ്ഥയെ കാണിക്കുന്നുണ്ട്. കാൽപ്പോ എന്ന ആ ക്യാരക്ടർ മ്യൂസിക് എല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് അയാളുടെ മുറിയിലുള്ള പോസ്റ്ററുകളിലൂടെയും മറ്റും നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഇതുകൂടാതെ ബീച്ചിൽ ഒരു വീട് പോലെ അവർ ആ വണ്ടി സെറ്റ് ചെയ്തിരിക്കുമ്പോൾ അവിടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെയും മാർഡോണയുടെയും റൊണാൾഡോയുടെയും എന്നിങ്ങനെ ഒരുപാട് ഫുട്ബോൾ താരങ്ങളുടെയും മറ്റും ചിത്രങ്ങൾ കൊടുത്തിരിക്കുന്നതായി കാണിക്കുന്നുണ്ട്. സോ ഇതിലൂടെ കാൽപ്പോയും ഫ്രണ്ട്സുമെല്ലാം മ്യൂസിക്കിന്റെ മാത്രമല്ല ഫുട്ബോളിന്റെയും ആരാധകരാണെന്ന് കാണിക്കുന്നുണ്ട്. ഫെഡറിക് എന്ന് പറയുന്ന ഈ ഒരു ഫോട്ടോഗ്രാഫറാണ് പ്രണയത്തിന്റെ ആ 7 നിറങ്ങളെക്കുറിച്ച് കാൽപ്പോയോടും മറ്റും പറയുന്നത്. ഇതുകൊണ്ട് തന്നെ ഇയാൾ ഫോട്ടോ എടുക്കാനായി ഒരുക്കിയിരിക്കുന്ന ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള മരം നോക്കുകയാണെങ്കിൽ അതിൽ കൃത്യമായി 7 നിറങ്ങൾ കൊണ്ടാണ് ഇലകൾ ഒരുക്കിയിരിക്കുന്നതെന്ന് നമുക്ക് കാണാം. കൂടാതെ ചിത്രത്തിൽ പറയുന്ന സ്വർഗത്തിന്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന മരിച്ചവരെല്ലാം അവിടെ വെച്ച് ഒന്നിക്കും എന്ന രീതിയിൽ പറയുന്ന സിദ്ര മരത്തെയായിരിക്കാം ഈ ഒരു മരം കൊണ്ട് ഇവിടെ സൂചിപ്പിക്കുന്നത്. കാരണം ഈ ഒരു ചിത്രത്തിലൂടെ മരിച്ചു പോകുന്ന തുമ്പിയും കാൽപ്പോയും എപ്പോഴും ഒന്നിച്ചിരിക്കുന്നതായി കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സിദ്ദീഖിന്റെ ക്യാരക്ടറും മരിച്ചു പോകുന്ന ഭാര്യയും ഈ ചിത്രത്തിൽ എപ്പോഴും ഒന്നിച്ചു തന്നെയാണ് ഇരിക്കുന്നത്. സിദ്ദീഖിന്റെ ഡാഡ എന്ന ക്യാരക്ടറിന്റെയും ഭാര്യയുടെയും ഫോട്ടോയുടെ പിന്നിലും അതേ സിദ്രാമരം തന്നെ ഉണ്ടെന്നും എന്നാൽ ആ ഫോട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ആയതുകൊണ്ടാണ് മറ്റു ഫോട്ടോ പോലെ ആ ഒരു ഫോട്ടോയിലെ ബാക്ക്ഗ്രൗണ്ട് എടുത്തു തന്നെ കാണാൻ കഴിയാത്തത്. സോ ഈ ഒരു ചിത്രത്തെ കൊണ്ട് ഇവിടെ സൂചിപ്പിക്കുന്നതും എല്ലാവരും ഒന്നിക്കുന്ന ആ ഒരു സിദ്രാമരമെന്ന് തന്നെയാകും. ബീച്ചിലുള്ള ഇവരുടെ വണ്ടിയിലേക്ക് വന്നതിന് ശേഷം തിരിച്ചു പോകുന്ന സീനിൽ മഴ നനഞ്ഞുകൊണ്ട് തുമ്പി പറയുന്നുണ്ട് എനിക്ക് മഴയത്ത് നനയുന്നത് ഇഷ്ടമാണെന്ന്. ഇതുകൊണ്ട് തന്നെ സിനിമയുടെ അവസാന ഭാഗങ്ങളിൽ തുമ്പിയുടെ മൃതദേഹവുമായി പള്ളിയിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് മഴ പെയ്യുന്നതായും അതെല്ലാം നനയുന്നതായും കാണിക്കുന്നുണ്ട്. സോ ഇതിലൂടെ അവൾ പറയുന്ന മഴയത്ത് തനിക്ക് നനയുന്നത് ഇഷ്ടമാണ് എന്ന കാര്യം അവിടെ വെച്ച് സാധിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. തുമ്പിയുടെ മരണത്തിന് ശേഷം ബീച്ച് കാണിക്കുമ്പോൾ അവിടെ എന്തോ ചത്തു കിടക്കുന്നതായി കാണാം. കൃത്യമായി അത് കാണാൻ കഴിയുന്നില്ലെങ്കിലും എനിക്ക് തോന്നിയത് അതൊരു ഡോൾഫിൻ ആണെന്നാണ്. അഴുകിയ അവസ്ഥയിലുള്ള ഒരു ഡോൾഫിനെ ആയിരിക്കാം അവിടെ കാണിച്ചത്. കാരണം ഡോൾഫിൻസ് ബീച്ചിൽ അരയന്മാരുടെ വിശ്വാസപ്രകാരം പ്രണയം ഉള്ളിലുള്ളവർ ഒരുമിച്ച് പോകുമ്പോഴാണ് ഡോൾഫിനുകളെ കാണുന്നത്. സോ ഇവിടെ തുമ്പിയുടെ മരണത്തിന് ശേഷം അത്തരത്തിൽ ജോഡിയായിരുന്ന ഒരു ഡോൾഫിൻ മരിച്ചിരിക്കുന്നു എന്നായിരിക്കാം കാണിച്ചത്. തുമ്പി എന്ന ക്യാരക്ടർ സ്വാതന്ത്ര്യമില്ലാതെ എപ്പോഴും കൂട്ടിലടച്ച അവസ്ഥയിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് തുമ്പിയുടെ മരണത്തിന് ശേഷം പീക്കോ എന്ന ആ മൈനയെ കാൽപ്പോ പറത്തിവിടുന്നതായി കാണിക്കുന്നത്. സോ ഈ സമയം തന്നെ ആകാശത്ത് മേഘങ്ങൾ ചേർന്ന് ഒരു പക്ഷി പറക്കുന്ന രൂപവും കാണിക്കുന്നുണ്ട്. ഇതും തുമ്പി ഇപ്പോൾ സ്വാതന്ത്ര്യത്തോടെ പറന്നു നടക്കുന്നു എന്ന രീതിയിൽ കാണിച്ചതാകാം.
ഈ ചിത്രത്തെപ്പറ്റി വീഡിയോ ചെയ്യണ്ട എന്നാണ് ഞാൻ ആദ്യം കരുതിയിരുന്നത്. കാരണം ഈ ചിത്രത്തെക്കുറിച്ച് കൂടുതലായും കണ്ടിരുന്നത് നെഗറ്റീവ് റിവ്യൂസ് എല്ലാമാണ്. എന്നാൽ ഇൻസ്റ്റാഗ്രാമിലെല്ലാം ഇതിപ്പോൾ ഒരുപാട് ട്രെൻഡിങ്ങിൽ വന്നതുകൊണ്ട് ഈ ഒരു ചിത്രം കാണാമെന്ന് ഞാൻ തീരുമാനിക്കുകയായിരുന്നു. കണ്ടതിന് ശേഷം മിക്ക പ്രേക്ഷകരെയും പോലെ തന്നെ നമ്മൾ സ്ഥിരം കണ്ടിട്ടുള്ള കഥകൾ തന്നെയാണ് ഇതിലും വന്നിരുന്നതെന്നാണ് എനിക്കും തോന്നിയത്. എന്നിരുന്നാൽ പോലും തുടക്കത്തിലെല്ലാം കുറേ കാര്യങ്ങളെല്ലാം കുറച്ച് ക്രിഞ്ചായി വരുന്നുണ്ടെങ്കിലെല്ലാം സിനിമയുടെ അവസാന ഭാഗങ്ങളിലോട്ട് എത്തുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ള കഥകളാണെങ്കിൽ പോലും സിനിമയുടെ ക്ലൈമാക്സ് വരെ നമ്മൾ കണ്ടിട്ടുള്ള രീതിയിലാണ് പോകുന്നതെങ്കിൽ പോലും സിനിമയുടെ അവസാന ഭാഗങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് സിനിമ കൂടുതൽ എൻഗേജിംഗ് ആയി വരുന്നുണ്ട്. ആ രീതിയിൽ സിനിമയുടെ അവസാന ഭാഗങ്ങളിൽ നമ്മളെ പിടിച്ചിരുത്തുന്നതിൽ സാജിദ് യഹിയയും മറ്റും വിജയിച്ചിട്ടുണ്ട്. കൂടാതെ സിനിമയുടെ അവസാന ഭാഗങ്ങളിൽ ക്ലൈമാക്സിൽ വരുന്ന സിദ്ദീഖിന്റെ മറ്റും പ്രകടനങ്ങൾ എടുത്തു തന്നെ പറയേണ്ടതാണ്. സെന്റി സീനുകളിൽ സിദ്ദീഖിന്റെ പ്രകടനം, പ്രത്യേകിച്ച് സെന്റി അടിച്ച് നമ്മളെ കരയിക്കുന്നതിൽ സിദ്ദീഖിനുള്ള കഴിവ് പറയേണ്ടതില്ല. അത്തരത്തിൽ സിനിമയുടെ അവസാന ഭാഗങ്ങളെല്ലാം വളരെ ഗംഭീരമായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. സോ വളരെ മോശമെന്നൊന്നും ഈ ചിത്രത്തെ പറയാനില്ല. നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുള്ള കഥകളാണെങ്കിൽ കൂടി ഒരു എബോ ആവറേജ് റേറ്റിംഗ് എല്ലാം കൊടുക്കുന്ന ഒരു ചിത്രമായിട്ടാണ് ഇതെനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ എന്താണ് ഈ ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്നും എന്താണ് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്നും തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. നമുക്ക് അടുത്തൊരു എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.